ഞാൻ കേൾട്ടോ ഡയറീസിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നമ്മൾ മാർച്ച് 27 എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ റിലീസാണല്ലോ. എമ്പുരാൻ്റെ ട്രെയിലറൊക്കെ കണ്ടോ? ഓക്കെ. അപ്പോൾ ലൂസിഫർ എന്ന സിനിമ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? എന്തെങ്കിലുമൊക്കെ മാറ്റം തോന്നിയോ ട്രെയിലർ കണ്ടപ്പോൾ? ട്രെയിലർ കണ്ടപ്പോൾ ഒന്നും കൂടി ബിഗ് ആയ പോലെ ഉണ്ട്. അതെ അതെ, നല്ല ഷോട്ട്സും അടിപൊളിയായിരിക്കും പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. എവിടെ പോയിട്ട് സിനിമ കാണാറുള്ളത്? നമ്മൾ ബത്തേരി ഐശ്വര്യ സിനിപ്ലെക്സിൽ പോയിട്ടാണ് കാണാറുള്ളത്. ഓക്കെ. ആ ബത്തേരി സെലക്ഷൻ ചെയ്യാൻ കാരണം എന്താ? നല്ല സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഉണ്ട്, നല്ല തിയേറ്ററാണ്. പിന്നെ നമുക്ക് അവിടുത്തെ ഓവറോൾ എക്സ്പീരിയൻസ് എല്ലാം നല്ലതാണ്. അതുകൊണ്ടാണ് പ്രിഫർ ചെയ്യുന്നത്. ബത്തേരി സിനിപ്ലെക്സിലാണോ അല്ലെങ്കിൽ വലിയ ഐശ്വര്യ അതുമില്ല വലിയ തിയേറ്ററിലാണോ? രണ്ടിലും കാണാറുണ്ട്. അവിടെ എവിടെ അവൈലബിലിറ്റി ഇല്ലെന്ന് നോക്കിയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ സിനിമ എന്തായാലും കാണും അല്ലേ? ഓക്കെ, താങ്ക് യു. ചേട്ടാ, ഞാനൊരു കേൾട്ടോ ഡയറീസിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുന്നതാണ്. സിനിമയെ കാണുന്ന ആളാണോ? കാണുന്ന ആളാണ്. ഓക്കെ. ഇപ്പോൾ എമ്പുരാൻ്റെ ട്രെയിലറൊക്കെ ഇറങ്ങിയില്ലേ, കണ്ടിരുന്നോ? കണ്ടു. അപ്പോൾ ലൂസിഫറും എമ്പുരാൻ്റെ ട്രെയിലറൊക്കെ കണ്ടതിന് ശേഷം എന്തൊരു വ്യത്യാസം തോന്നുന്നു? ലൂസിഫറിനെ കാട്ടിയും വലിയൊരു പടമായിട്ടാണ് എമ്പുരാൻ കാണുന്നല്ലേ? ഓക്കെ. അപ്പോൾ മാർച്ച് 27 എന്തായാലും പോയി കാണും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് തിയേറ്ററിൽ പോയിട്ടാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ബത്തേരി ഐശ്വര്യ. അത് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? അവിടെ നല്ല ജനങ്ങളെ ക്രൗഡും നല്ലൊരു വൈബാണല്ലേ? ഓക്കെ. അപ്പം നല്ലൊരു സിനിമ ആയിട്ടല്ലേ? ഓക്കെ, താങ്ക് യു. എമ്പുരാൻ്റെ ട്രെയിലറൊക്കെ ഇറങ്ങിയതായിട്ട് അറിയോ? ലൂസിഫർ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എമ്പുരാൻ്റെ ട്രെയിലർ എങ്ങനെ നോക്കി കാണുന്നു? ഇപ്പോൾ പുതിയ രീതിയിൽ ഇറങ്ങിയാണല്ലോ. എമ്പുരാൻ്റെ ട്രെയിലർ അത്യാവശ്യം ലെങ്തി ആണ്, അടിപൊളിയാണ്. എന്തായാലും ലൂസിഫറിന് ഓൾറെഡി ഭയങ്കര ഫാനായിരുന്നു, മലയാളത്തെ ഫാനാണ്. അപ്പോൾ എമ്പുരാന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ലൂസിഫറിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഇൻ്റർനാഷണൽ ആണല്ലോ. എമ്പുരാൻ അത്യാവശ്യം കുറച്ചുകൂടി എന്താ പറയുക, ഹൈ ക്വാളിറ്റി ഒക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുവാണ് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടി. ഓക്കെ. ഇപ്പം ഫാമിലി ആയിട്ടൊക്കെ ആണോ സിനിമ നമ്പർ? വീട്ടിൽ അച്ഛനമ്മേനെ കൂട്ടി പോവാറുണ്ട്. ഇത് പക്ഷേ ഫ്രണ്ട്സുമായിട്ടായിരിക്കും പോവാണല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എവിടെയാണ് സിനിമ കാണാൻ നോക്കുന്നത്? ഞാൻ കാലിക്കറ്റാണ്. ഞാനിപ്പം ലീവിന് പോവാണ്. അപ്പം അവിടെ സന്ധ്യ തിയേറ്ററിൽ, ഞങ്ങളുടെ നാട്ടിൽ തന്നെ തിയേറ്ററിലായിരിക്കും കാണാൻ. പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ തിയേറ്ററിന്? അവിടെ അത്യാവശ്യം സൗണ്ട് ക്വാളിറ്റി ഒക്കെ നല്ലതാണല്ലേ? അത്യാവശ്യം നല്ല തിയേറ്ററാണ്. ആയിക്കോട്ടെ. അപ്പം നല്ല സിനിമ ആയിട്ടല്ലേ? അതെ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഓക്കെ, താങ്ക് യു. ഞാൻ കേൾട്ടോ ഡയറീസിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ സാർ, ഇപ്പം ഇന്ന് എമ്പുരാൻ്റെ ട്രെയിലറൊക്കെ അർദ്ധരാത്രിയിൽ ഇറങ്ങിയല്ലോ, കണ്ടിരുന്നു? ഓക്കെ. ഇപ്പോൾ ലൂസിഫറും എമ്പുരാൻ്റെ ഒക്കെ ആ ഒരു സിനിമ ബേസ് വെച്ച് നോക്കുകയാണെങ്കിൽ എമ്പുരാൻ്റെ ട്രെയിലർ വെച്ച് എങ്ങനെ കാണുന്നു ഈ ട്രെയിലറൊക്കെ? ലൂസിഫറിൻ്റെ ട്രെയിലർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനത്തെ ഒരു ട്രെയിലർ, ആ ഒരു 3 മിനിറ്റ്സ് ഏകദേശം ഉണ്ടായിരുന്ന ഒരു ട്രെയിലർ ആയിരുന്നു തോന്നുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം എമ്പുരാൻ്റെ ട്രെയിലർ എനിക്ക് തോന്നുന്നത് നമുക്ക് ലൂസിഫറിൻ്റെ ട്രെയിലറിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നൊരു പഞ്ച് എനിക്കിതിൽ ഫീൽ ചെയ്തില്ല. പക്ഷേ ഓവറോൾ ട്രെയിലർ കൊള്ളാം. എന്തൊക്കെയോ കുറച്ച് മറച്ചു വെച്ചിട്ടുണ്ട്. കുറേ ബ്രില്യൻസ് അതിനകത്ത് കാണുന്നുണ്ട്. ഓവറോൾ ട്രെയിലർ ഈസ് ഗുഡ്. ഐ ആം വെയിറ്റിംഗ് ഫോർ ദ മൂവി. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ടൊവിനൊക്കെ മോഹൻലാലിനെതിരെ തിരിയുന്ന ഒരു ആ ട്രെയിലർ കണ്ടപ്പോൾ ചെറിയ സംശയം തോന്നുന്നു. സാറിന് തോന്നിരുന്നു തിരിയുന്നതായിട്ട്? 1-2 ഡയലോഗ്സ് ഉണ്ട് അതേപോലെ തന്നെ. പക്ഷെ ശരിക്കും തിരിയുന്നതാണോ എന്ന്, കാരണം നമ്മൾ ലൂസിഫറിൻ്റെ ട്രെയിലറിനകത്ത് ഇങ്ങനെ കുറേ എന്താ പറയുക, ചെറിയ പോർഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് വിചാരിച്ച പോലെ അല്ല മൂവി വന്നിരിക്കുന്നത്. സത്യത്തിൽ ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ. പക്ഷേ അവൻ്റെ 2 ഫേസസ് ഉണ്ട്. അവൻ എന്താ പറയുക, എനിക്ക് തോന്നുന്നത് സെക്കൻഡ് പാർട്ടിൽ കൂടുതലായിട്ടും അവൻ്റെ എന്താ പറയുക, എബ്രഹാം ഖുറേഷി എന്നുള്ള ആ ഒരു പോർഷനാണ് കൂടുതൽ കാണിക്കുക. അതിനുശേഷം അവൻ്റെ തിരിച്ച് കേരളത്തിലേക്കുള്ള റീ എൻട്രി കാണിച്ചിട്ട് തേർഡ് പാർട്ടിലേക്ക് പോകും എന്നുള്ളതാണ് എനിക്ക് ട്രെയിലർ കണ്ടിട്ട് തോന്നിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിനിമ കാണാൻ ഫാമിലി ആയിട്ടാണോ പോവാറ്? ഫാമിലി ആയിട്ട്. എവിടെയാണ് ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഐമാക്സിൽ കാണുന്ന ആഗ്രഹമുണ്ട്, പക്ഷേ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ചൈത്ര കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു. ശരി, താങ്ക് യു. ചേട്ടാ, നമസ്കാരം. തിരക്കിലാണോ? ഓക്കെ, ഇവിടെ ഇരുന്നോട്ടെ. ഞാൻ കേൾട്ടോ ഡയറീസ് എന്നൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് വരുന്നതാണ്. അപ്പം സിനിമ കാണുന്ന ആളാണോ? അതെ, സിനിമയെ കാണലുണ്ട്. അതെ. ഓക്കെ. ഇപ്പം അങ്ങനെ എമ്പുരാൻ്റെ ട്രെയിലറൊക്കെ ഇറങ്ങിയല്ലോ, കണ്ടിരുന്നോ? കണ്ടിരുന്നു. എങ്ങനെയുണ്ട് ലൂസിഫർ എമ്പുരാനൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ട്രെയിലറിലെ വ്യത്യാസമൊക്കെ? എമ്പുരാൻ കുറച്ചുകൂടെ ബിഗ് ബഡ്ജറ്റ് പടമായിട്ടാണ് തോന്നുന്നത്. വിദേശ രാജ്യങ്ങളിലാണ് കൂടുതൽ ചിത്രീകരിച്ചതെന്ന് തോന്നുന്നു. ലൂസിഫർ കുറച്ചുകൂടെ കേരളം ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയായിരുന്നു. അതെ. അപ്പോൾ ലൂസിഫർ ഇഷ്ടപ്പെട്ടിരുന്നോ? ലൂസിഫർ ഇഷ്ടപ്പെട്ടിരുന്നു. അതെ. അപ്പം ഈ ഒരു സിനിമ, ഇത്രയും വലിയൊരു സിനിമ ഇറങ്ങുമ്പോൾ, ഇത്രയും ബിഗ് ബഡ്ജറ്റ് സിനിമ ഇറങ്ങുന്ന സമയത്ത്
ഏത് തിയേറ്ററിൽ പോയി കാണുന്നതാണ് ആഗ്രഹം? ഞാൻ ഉദ്ദേശിക്കുന്നത് മാനന്തവാടി ജോസ് തിയേറ്ററിൽ നിന്ന് കാണാനാണ്. മാനന്തവാടി ജോസ്. അതെ. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നു വയനാട്ടിൽ ഏറ്റവും നല്ല സൗണ്ട് സിസ്റ്റം ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അവിടെ. കൂടാതെ അവിടെ ലേസർ 4K ലേസറാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അവിടെ ഫിലിം കാണാനുള്ളത്. അതെ, നമ്മളിപ്പം സിനിമ റിലീസ് ചെയ്യുന്ന 27-ാം തീയതി രാവിലെ ഫസ്റ്റ് 6 മണിക്കുള്ള ഷോ കാണും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഫാമിലി അടക്കമാണോ പോവുക? ഫാമിലി അടക്കം പോകാനാണ് ഉദ്ദേശിക്കുന്നത്. 6 മണിക്കുള്ള ഷോ കാണുന്നില്ല, അതിന് ശേഷമുള്ള ഒരു ഷോ കാണണമെന്നാണ് വിചാരിക്കുന്നത്. ടിക്കറ്റ് കിട്ടുന്നതനുസരിച്ച് തുടർന്നുള്ള ഏതെങ്കിലും ഒരു ഷോ കാണണം. ഇപ്പം മൊത്തം കേരളത്തിലെല്ലാവരും ആകാംക്ഷയോടെ, കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും തെലുങ്കിലും അതേപോലെ ഹിന്ദിയിലൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. അതെ. അപ്പം നല്ലൊരു വിജയമായിട്ട് പ്രതീക്ഷിക്കുന്നത്. അതെ, നമ്മളത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ചേട്ടാ, ഞാൻ KL ഡയറീസിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുന്നതാണ്. സിനിമയെ കാണുന്ന ആളാണോ? സിനിമയൊക്കെ കാണുന്നുണ്ടല്ലേ. ഓക്കെ, ഇപ്പോൾ എമ്പുരാൻ്റെ ട്രെയിലറൊക്കെ ഇറങ്ങിയല്ലോ. അപ്പോൾ എമ്പുരാനും ലൂസിഫറും നമ്മൾ ട്രെയിലറൊക്കെ കണ്ടതിന് ശേഷം എന്ത് തോന്നുന്നു? ഒരു മലയാളത്തിൽ കാണുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ, വെയിറ്റിംഗ് ആണ്. വലിയ സിനിമ. അപ്പം ഈ സിനിമയൊക്കെ കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് ഏത് തിയേറ്ററിൽ പോയി കാണുന്ന ആഗ്രഹം ഇത്രയും വലിയൊരു സിനിമ ഇറങ്ങുമ്പോൾ? ഇപ്പോൾ ജർമ്മനിയിലെ ഏറ്റവും വലിയ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നുണ്ടല്ലോ, ആ തിയേറ്ററിൽ പോയി കാണണം എന്നാണ് ആഗ്രഹം. കാരണം എൻ്റെ സുഹൃത്ത് അവിടെ നിന്നാണ് കാണുന്നത്. അപ്പം അതാണ്. പക്ഷെ നമുക്ക് അതിനുള്ള ചാൻസ് ഇല്ല അല്ലേ? അപ്പം നമ്മളിവിടെ നമ്മുടെ തിയേറ്ററിൽ നിന്ന് കാണും. അപ്പോൾ ഇവിടെ ഏത് തിയേറ്ററാണ് ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഇപ്പം നമുക്ക് നമ്മുടെ കൽപ്പറ്റയിലെ ഏറ്റവും വലിയ പിക്ചർ ക്വാളിറ്റി നൽകുന്ന തിയേറ്ററാണുള്ളത്. കേരളത്തിൽ തന്നെ നമ്പർ 1 ആണ്. അവിടെ തന്നെയാണ്. ഓക്കെ, താങ്ക് യു. ചേട്ടാ, ഒരു മിനിറ്റ് ചേട്ടാ, പോവാണോ? വീട്ടിലേക്ക് പോകാനല്ലേ? ഒരു ചെറിയ കാര്യത്തിനാണ്. സിനിമ കാണുന്ന ആളാണോ? സിനിമ കാണുന്ന ആളാണ്. ഓക്കെ, ഞാൻ KL ഡയറീസിൻ്റെ യൂട്യൂബ് ചാനൽ കാണാറുണ്ടല്ലേ? ഓക്കെ, ഈ മൈക്കൊന്ന് പിടിക്കോ? ഇപ്പോൾ എമ്പുരാൻ്റെ ട്രെയിലർ ഇന്ന് രാത്രി 12:30 ഇറങ്ങിയായിരുന്നല്ലോ, കണ്ടിരുന്നു. എങ്ങനെയുണ്ട് ട്രെയിലറൊക്കെ? നല്ല ഇതായിട്ടാണ് ചെയ്യുന്നത്, പക്ഷേ കുറച്ച് ലെങ്തിയാണ്. നമുക്കൊന്നും അതിന്റെ ആ സ്റ്റോറീസിനെ പറ്റി ഒന്നും മനസ്സിലാകുന്നില്ല. ലൂസിഫർ കണ്ടിരുന്നു ഫുള്ള്. അത് കേരളത്തിൽ തന്നെ ഷൂട്ട് ചെയ്താണല്ലോ. പക്ഷേ ഇത് എമ്പുരാൻ എന്ന് പറയുമ്പോഴത്തേനും ഇന്റർനാഷണൽ ലെവലാന്ന് തോന്നുന്നു. കാരണം ആ ട്രെയിലർ കാണുമ്പോൾ ത്രസിപ്പിക്കുന്നുണ്ട്. പിന്നെ എത്രത്തോളം വരുമെന്ന് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ടത്. ഫാമിലി ആയിട്ടാണ് പോകാറുള്ളത്. അപ്പോൾ ഏത് തിയേറ്ററാണ് ചൂസ് ചെയ്യുന്നത്? ഞാൻ വയനാട്ടിലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ മാനന്തവാടി സൈഡിൽ ജോസ് സിനിമാസ് ആണ് പോകാറുള്ളത്. പിന്നെ കണ്ണൂരാണെങ്കിൽ ഞാൻ ആലക്കോട് ഫിലിം സിറ്റി ഉണ്ട്. ഈ 2 തിയേറ്ററിലാണ്. അവിടുത്തെ സൗണ്ട് എഫക്റ്റും പിന്നെ പാർക്കിംഗ് സൗകര്യം മറ്റു കാര്യങ്ങളൊക്കെ ക്ലീൻനെസ് ഒക്കെ വളരെ നല്ലതാണ്. ആണല്ലേ? അപ്പോൾ ഈ മാർച്ച് 27-ാം തീയതി ഇറങ്ങുന്ന സിനിമ അന്ന് കാണണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ പിള്ളേരുടെ എക്സാമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അന്ന് തന്നെ കാണണമെന്ന് വിചാരിക്കണോ, ഇല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ കാണും. അപ്പോൾ നല്ലൊരു സിനിമ ആയിട്ടല്ലേ? ഓക്കെ, താങ്ക് യു.